നമസ്കാരം. ദിവസം ഒരു ഈന്തപ്പഴം മാത്രം കഴിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇവിടെ ഇത് അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ദിവസവും ഈന്തപ്പഴം മാത്രം കഴിച്ച് റംസാൻ വ്രതം അനുഷ്ഠിച്ച സഹോദരന്മാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗോവയിലെ മാർഗാവിലാണ് 27ഉം 29ഉം വയസ്സുള്ള യുവാക്കളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അമ്മയെ അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സഹോദരങ്ങളായ സുബൈർ ഖാൻ, ആഫാൻ ഖാൻ എന്നിവരെ വീട്ടിലെ 2 മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മെലിഞ്ഞൊട്ടിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൊട്ടപ്പുറത്ത് ഇവരുടെ അമ്മ റുക്സാന ഖാനെ അവശനിലയിലും കണ്ടെത്തി. ഭാര്യയും മക്കളുമായി അകന്നു കഴിഞ്ഞിരുന്ന അച്ഛൻ നസീർ ഖാൻ വീട്ടിലെത്തിയപ്പോൾ പ്രതികരണമുണ്ടായിരുന്നില്ല. എത്ര തട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതിരുന്നതോടെ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് മക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. കഠിനമായ വ്രതാനുഷ്ഠാനം ഉൾപ്പെടെ റുക്സാനയുടെയും മക്കളുടെയും വിചിത്രമായ ഭക്ഷണ രീതികളിൽ എതിർപ്പുണ്ടായിരുന്നു നസീർ ഖാന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു. പേശികൾ ശോഷിച്ചതും പോഷകാഹാരക്കുറവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. എഞ്ചിനീയറായ സുബൈർ ഖാൻ വിവാഹിതൻ കൂടിയാണ്. സഹോദരൻ ആഫാൻ ഖാനും ഉന്നത പഠനം പൂർത്തിയാക്കിയിരുന്നു. മാസങ്ങളായി ബന്ധുക്കളുമായോ അയൽക്കാരുമായോ ഇവർക്ക് ബന്ധവും ഉണ്ടായിരുന്നില്ല. ആഴ്ചകളോളം ദിവസം ഒരു ഈന്തപ്പഴം മാത്രമാണ് ഇവർ കഴിച്ചിരുന്നത് എന്നാണ് നിഗമനം. അമ്മയുമായി ഇവർ ഏറെ അടുപ്പം പുലർത്തിയിരുന്നതായും വിചിത്രമായ സ്വഭാവം ഇവർ പ്രകടിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞിരുന്നു. അതേസമയം ബീഹാറിൽ നിന്ന് മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ദിയോബന്ദിലേക്ക് അനധികൃതമായി കൊണ്ടുപോവുകയായിരുന്ന 93 കുട്ടികളെ അയോധ്യ പോലീസ് രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച ബീഹാറിലെ അരാരിയയിൽ നിന്ന് ദിയോബന്ദിലേക്ക് സംശയകരമായി എത്തിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ വിവരമനുസരിച്ച് അയോധ്യയിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു നടപടി. കുട്ടികളെ ബസ്സിനുള്ളിൽ കുത്തി നിറച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറെയും മൗലാനമാരെയും ഇന്റലിജൻസും അയോധ്യ പോലീസും ചോദ്യം ചെയ്തു വരികയാണ്. നേപ്പാൾ അതിർത്തിക്കടുത്തുള്ള നിരവധി കുട്ടികളും ബസ്സിലുണ്ടെന്നാണ് വിവരം. കുട്ടികളിൽ ഭൂരിഭാഗവും വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. മാതാപിതാക്കൾ പോലുമില്ലാത്ത കുട്ടികളുമുണ്ട്. ബീഹാർ ചൈൽഡ് സ്റ്റേറ്റ് കമ്മീഷനെയും ബീഹാർ പോലീസിനെയും UP പോലീസ് ബന്ധപ്പെടുന്നുണ്ട്. കാമാഖ്യ എക്സ്പ്രസിൽ നിന്നും ചില കുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തീവ്ര മതപഠനത്തിനായാണ് കുട്ടികളെ കൊണ്ടുപോയതെന്നാണ് പോലീസ് പറയുന്നത്. ഉത്തർപ്രദേശിലെ ദേവ്ബന്ദിലെ ചില മദ്രസകളിൽ ഇവരെ പ്രവേശിപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടന്നിരുന്നതായി പറയപ്പെടുന്നുണ്ട്. കുട്ടികളെ നിലവിൽ ഷെൽട്ടർ ഹോമിൽ പാർപ്പിക്കും. ഇവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളും സ്വീകരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.